നമസ്കാരം. ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ, എടാ ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുക, എന്തെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടി. ദിനേശൻ ഒരു കാര്യം ചെയ്യും, ഈ മംഗളത്തിലും മനോരമയിലും വരുന്ന പലിത ബന്ധുക്കള് ഒന്ന് വീശി നോക്ക്. ഞാൻ വിചാരിക്കും ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അക്കരയില് അച്ഛനൊരു തൂണും ചാരി നിന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന ഒരു സീനുണ്ട്. നമ്മുടെ മദ്രാസിലെ LIC ബിൽഡിങ്ങിന്റെ താഴെ ചെന്ന് നിന്ന് വാ വിളിക്കുന്ന തമിഴന്മാരെ ഇതൊക്കെ കണ്ട ഹൃദയസ്തംഭനം വന്ന് ചാവും. പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന വെച്ചാൽ സിദ്ദിഖും ദിലീപേട്ടനും കൂടെ ചർച്ചയാണ്. എടാ ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ഇവരുടെ കോമഡി അപ്പൊ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട്. അപ്പൊ ഷാരിസ് വന്നിട്ട് പറയും ഇതിലൂടെ അത് വേണ്ട കേട്ടോ. ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ. ഫ്രോഗ് മാരേജിന് ഒരു സ്റ്റോറി ഉണ്ട്, മുട്ടൻ കോമഡിയാ. എന്റെ പൊന്ന, അത് ഞങ്ങൾ സ്കൂൾ ടൈമിൽ വിട്ടാതെയാ. ദിലീപേട്ടനും ഈ തെണ്ടിക്ക് എന്താ ഈ കാലത്ത്? ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത? കാലം മാറി. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. പഴയ സാധനം ഇപ്പൊ വേണ്ട. 10-60 വർഷത്തെ ജീവിതം ഒന്നും അല്ലാതെ ആയതുപോലെ ആയിപ്പോയി. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, പ്രായം അതല്ലയോ. നിങ്ങളുടെ രണ്ടുപേരുടെ കോമഡി ഇല്ലാത്തോണ്ട്. എവിടെ പോണം? കൂവി തുടങ്ങുമ്പോ ഇറങ്ങിയാ പോരെ. ഞാൻ കോമഡി പീസാണോ ഇവിടെ? നാട്ടുകാർക്ക് എന്നൊരു വിലയില്ലേ? കമന്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊളുത്തിയിട്ടുണ്ട്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. ഹൈദർ അലി അല്ലെ, അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു. നമ്മളെയാണല്ലോ മച്ചമ്പി. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. എടാ നിന്നെ ഉദ്ദേശിച്ചാണ്. കാരണം മാലപ്പടക്കം തിരികൊളുത്തി. അല്ല, നീ ഒന്നും പറയണ്ട, അത് നിനക്ക് അങ്ങനെ അറിയാം. സ്വാഭാവികമായിട്ടും പടക്കം, മാല. ശരി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ്. ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണയാൾ? ഞാനാണ് അയാൾ. അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം. കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ. എടാ മണ്ടന്മാരെ, നീയൊക്കെ പരസ്പരം അടിച്ച് ചത്തോ? എങ്ങനെ പോവല്ലേ? അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്നു. പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.